കൂട്ടുകാരെ, എല്ലാവർക്കും അശ്വിൻ്റെയും ശ്രുതിയുടെയും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് മദ്യലഹരിയിൽ ശ്രുതി വായു തുണിയൊക്കെ വിളിച്ച് പറയുന്നതാണ്. എല്ലാവരെയും നിർത്താതെ സംസാരിക്കുന്നതും കുറച്ച് ഫിറ്റായിട്ടാണ് ശ്രുതി ഓരോന്ന് സംസാരിക്കുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന അശ്വിനെയാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടു നിർത്തിയത്. പിന്നെ അശ്വിൻ ശ്രുതിനെ വിളിച്ച് മാറ്റുന്നുണ്ടെങ്കിലും വിളിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആദ്യം അശ്വിൻ്റെ കൂടെ പോകാൻ ശ്രുതി തയ്യാറാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അശ്വിൻ ശ്രുതിനെ മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ശ്രുതി എല്ലാവരോടും ഇരിക്കുന്നത് സത്യം പറയണം എന്നുള്ള മൈൻഡിലാണ് ശ്രുതി നടക്കുന്നത്. പിന്നെ അശ്വിൻ്റെ കണ്ണു വെട്ടിച്ചിട്ട് ശ്രുതി അച്ഛമ്മോടും മഞ്ജലിയോടൊക്കെ പോയിട്ട് സത്യങ്ങൾ പറയാൻ തയ്യാറാവുന്നുണ്ട്. എങ്ങനെ കല്യാണം നടന്നതെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോഴാണ് ശ്യാം ഇത് നോട്ടീസ് ചെയ്യുന്നതും ശ്യാം തന്ത്രപൂർവ്വം ശ്യാം അശ്വിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ശ്രുതിനെ അവരുടെ റൂമിലെത്തിക്കുന്നത്. അശ്വിൻ്റെയും ശ്രുതിയുടെ റൂമിലെത്തിക്കുന്നതും എന്നിട്ട് ഇവരോട് സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ശ്യാമാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ള ബോധത്തിലല്ല ശ്രുതി സത്യങ്ങളൊക്കെ ശ്യാമിനോട് തുറന്നു പറയുന്നത്. അപ്പോൾ ശ്രുതി ശ്യാമിനോട് സ്വബോധത്തിലല്ല സംസാരിക്കുന്നത്. അപ്പോൾ സ്വബോധത്തിലല്ലാതെ ശ്രുതി സത്യങ്ങളൊക്കെ എങ്ങനെയാണ് വിവാഹം നടന്നത്, അന്ന് വിവാഹത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിക്കും, ചേച്ചിക്ക് വിവാഹം നടക്കില്ല, അവളുടെ വിവാഹം ഒരു വട്ടം മുടങ്ങിയതാണ്, അങ്ങനത്തെ ഇതിലാണ് ഞാൻ അയാളുമായിട്ട് വിവാഹത്തിന് സമ്മതിച്ചത് എന്നൊക്കെ ആ ശ്യാമിനോട് പറയുമ്പോൾ ശ്യാമിന് അത് എന്തോ വലിയൊരു വിജയം കൈവരിച്ച പോലെയാണ് ശ്യാമിന് അശ്വിന് നേർക്ക് തൊടുക്കാനൊരു ആയുധം കിട്ടിയപ്പോഴാണ് ശ്യാം അതിനുപയോഗിക്കുക. പിന്നെ അശ്വിൻ ശ്രുതിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഈ ശ്യാമിൻ്റെ അടുത്ത് ശ്രുതി നിൽക്കുന്നത് കാണുമ്പോൾ അശ്വിൻ്റെ കാര്യം പിടികിട്ടി അവൾ എന്തൊക്കെയോ ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ ശ്യാമി ഇത് മനസ്സിൽ വെച്ചിട്ട് അശ്വിനെതിരെ തന്ത്രങ്ങൾ മെനയുന്നതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ ശ്രുതി ഇനി ഒന്നും പറയാൻ പാടില്ലെങ്കിൽ അശ്വിൻ താൻ പറയണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അശ്വിനെ ഈ പാനീയം, ലഹരിയുള്ള ഈ പാനീയം കുടിപ്പിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പിന്നെ അശ്വിനും മതി മറന്ന് എല്ലാവരുടെ കൂടെ ഡാൻസ് കളിക്കുന്ന സീൻസ് വരുന്നുണ്ട്. പിന്നെ അശ്വിൻ ശ്രുതിനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുമ്പോൾ ശ്രുതി ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്, എനിക്ക് തന്നോട് എന്തോ പറയാൻ പറ്റാത്തൊരു ഇഷ്ടമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അശ്വിനും അതുപോലെ തന്നെ ശ്രുതിയോട് പറയുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ ആ നൈറ്റിൽ ഹോളി ദിവസം അവരൊന്നാവുന്ന സീൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ എപ്പിസോഡ്സിലാണ് കാണാൻ പറ്റുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്